എല്ലാ പാർട്ടി മെമ്പർമാർക്കും പാർട്ടിയുടെ പ്രവർത്തകർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ താങ്കൾ നേരെ പറഞ്ഞത് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ പോലും പൂജയിലേക്ക് എടുത്തു എന്നുള്ളതാണ്. അല്ല, ഞാൻ മാഷ് ഇന്ന് അത് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിന്റഡ് മാറ്ററാണത്. പക്ഷെ ഇവിടെ നടക്കൂല. മനസ്സിലായോ? വളരെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ അവർ ഞങ്ങൾ തന്നെ സംസാരിക്കില്ല. പിന്നെ പാവം മാഷ് അത് പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിന് അതല്ലേ പറയാൻ പറ്റൂ. അത് പാർട്ടി ഭരണഘടനയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഏത് വലിയവനെയും വിമർശിക്കാനുള്ള അതാണ് ഈ പാർട്ടിയുടെ ശക്തി. സ്വയം വിമർശനവും ഉൾപാർട്ടി ജനാധിപത്യവും ഉൾപാർട്ടി വിമർശനവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് എഴുതി വെച്ച ഈ സാധനം ഉണ്ടല്ലോ, എന്താണ് ഇങ്ങോട്ട് നോക്ക്, ആ ബുക്ക്, ആ ഭരണഘടന, അത് അട്ടത്താ. ആ സാധനം തൊട്ടാൽ അപകട. അപ്പൊ അതൊന്നുമില്ല. ഒരു പാർട്ടി ലൈൻ ഇങ്ങനെ വരിച്ചെടുക്കും പാവപ്പെട്ട സഖാക്കൾക്ക്. ഇത് പാർട്ടി ലൈനാണ്, ഇതിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. ഇത് പാർട്ടി ലൈനാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ആ പാർട്ടി ലൈന് വേണം. EMSന്റെ കാലത്ത് ആ പാർട്ടി ലൈൻ പ്രാവർത്തികമായിരുന്നു. AKGന്റെ കാലത്ത് പ്രാവർത്തികമായിരുന്നു. നാനാരുടെ കാലത്ത് പ്രാവർത്തികമായിരുന്നു. കാരണം ഇവരൊക്കെ പോരാടിയിരുന്ന ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാ. അപ്പൊ അവർക്ക് വരക്കായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും നിങ്ങളെ കാര്യം ഞങ്ങൾ നോക്കും എന്ന് അവർ നോക്കുകയും ചെയ്യും. അങ്ങനെ ആ സഖാവ് നോക്കുമെന്ന ഉത്തമ വിശ്വാസം പാർട്ടിയിലെ താഴേക്കടലിലെ സഖാക്കൾക്കുണ്ടായിരുന്നു. അത് ആ പാർട്ടി ലൈനിന് അപ്പുറം അവർ നിൽക്കണ്ടതിന് കാരണതാ. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ സമ്മേളനങ്ങളും ഈ അൻവറിനെതിരെ ഇപ്പൊ സമരം നടങ്ങുന്നു ഒക്കെ പറഞ്ഞു. നിങ്ങൾ ആർക്കട്ടെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഈ പാർട്ടി നേതാക്കന്മാർ ഇത്തരത്തിൽ നടത്തുന്ന പ്രസ്താവനയുടെ അടിയിലെ കമന്റ്സ് നിങ്ങൾ വായിക്കൂ. അവര് സഖാക്കളല്ലേ. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു നിർത്താവുന്ന ഒരു കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥ സഖാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, പാർട്ടിയിൽ സ്ഥാനം മാത്രമല്ല, ആളുകൾ ഇങ്ങനെ മനസ്സുമടുത്ത് ഒഴിഞ്ഞു പോവും. മക്കളെ വരെ എന്താ ചെയ്യുക? ഇപ്പൊ എത്ര ഗുണദോഷിച്ചിട്ട് ഒരു മകൻ എങ്ങനെ പറഞ്ഞാലും വേദന, അച്ഛനമ്മ എന്താ ചെയ്യുക? കുറെ പറഞ്ഞു കൊടുക്കും, കുറെ തല്ലി നോക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ പോണേലെ പോട്ടെ എന്ന് പറയും, അല്ലേ? അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞ് അതിന്റെ അവസാനത്തെ അടിയാ കിട്ടിയത്. തല്ല് കിട്ടിയതാണ് ഏത്? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞിട്ടും ഇതൊന്നും പരിശോധന ഇല്ലെങ്കിൽ ജനങ്ങൾ പല വഴിക്കും പിരിഞ്ഞു പോവും. അതാണ് പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇപ്പൊ ടീച്ചർ മത്സരിച്ചല്ലോ വടകരയിലല്ലേ. നമുക്കൊക്കെ ടീച്ചർക്ക് എന്തായാലും കുറച്ച് വോട്ടുണ്ട് എന്ന് വിശ്വസിച്ച ആളുകളാണ് നമ്മൾ. ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആയിരുന്നില്ല ജനം, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം അവരെ കണക്കാക്കിയിരുന്നത്. തൊട്ടടുത്ത പാർലമെന്റ് മണ്ഡലത്തിലൊക്കെ 1 ലക്ഷം വോട്ടിന് ഓരോരുത്തരും ജയിക്കുമോ? ഒരു 50,000 വോട്ടെങ്കിലും ടീച്ചർക്ക് കിട്ടിയിരുന്ന ടീച്ചർ ഒരു 50,000 വോട്ടിലല്ലേ തോൽക്കാൻ പാടുള്ളൂ. ഒരു വ്യത്യാസം ഉണ്ടോ? ഒരു വോട്ട് കിട്ടിയോ? എന്തേ? ടീച്ചറോടുള്ള വിരോധമാണോ? അല്ല, പാർട്ടി സഖാക്കൾ മാറി വോട്ട് ചെയ്ത, പ്രതിഷേധം രേഖപ്പെടുത്തിയ. പിണറായിയുടെ അടക്കം ഉണ്ടായില്ലേ? കണ്ണൂരിലെ മിക്ക ഈ ഡിവിഷനുകളിലും ഇവിടെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥികളുടെ മെജ കൊണ്ടൊന്നുമില്ല ഇവരൊക്കെ ജയിച്ചു കയറിയത്. പാർട്ടി സഖാക്കൾ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. അത് വിലയിരുത്തിയോ ഈ പാർട്ടി വിലയിരുത്തിയോ? 100 സഖാക്കളെ വിളിച്ച് ചോദിച്ചോ എന്താ നിങ്ങളിങ്ങനെ വോട്ടിങ്ങനെ ആവാൻ കാരണമെന്ന്? അപ്പൊ എന്താ ഈ പറയുന്ന പോലെ എന്തൊക്കെയോ പറയും മാഷ്. എനിക്ക് ആ മലയാളം അറിയില്ല. കാരണം എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധമല്ലോ ഇവർ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ആ ഭാഷ അറിയില്ല. പക്ഷെ ഇതിലൊരു മനുഷ്യന്റെ ഭാഷ ഉണ്ട്. എന്താണ്? ഇങ്ങനൊരു വിഷയമുണ്ടായാൽ ഓരോ ബ്രാഞ്ചിലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ പ്രധാന പ്രവർത്തകരെ, ആ പാർട്ടിക്കും വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്, അവരെ വിളിച്ചു വെച്ചാൽ അവർ പറയും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. എന്ത് സഖാവ് ഇനി അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് ചോദിച്ചാൽ ആ സഖാവ് പറയും നിങ്ങൾ ഈ നിലപാടുകൾ ശരിയല്ല, ഇത് പാർട്ടിയുടെ നിലപാടല്ല, അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് പഠിക്കാനൊന്ന് ചിന്തിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് ഇങ്ങനെ ചെയ്തത് എന്ന് അവർ പറയും. ചോദിച്ചവരാരെങ്കിലും? എനിക്കും അറിയില്ല. ഇപ്പൊ സെക്രട്ടറി പറയുന്നത് പോലെ ബഹുജന സംഘടനകളായിട്ടൊന്നും ഒരു ബന്ധമില്ല, പ്രവർത്തിച്ചില്ല എന്ന് ആയിക്കോട്ടെ, സമ്മതിച്ചു. അത് നാട്ടുകാർക്ക് അറിയാം. നമ്മക്കൊണ്ട് ഇവരെക്കായിട്ട് ബന്ധം, ഇവരോടൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ നടത്തിയൊരു അന്വേഷണം പോലും പാർട്ടി നടത്തിയിട്ടില്ല. മനസ്സിലായോ? ഇതിലെ എന്താ 7ാം കൂലിയായ PV അൻവർ, ഏതോ എന്താ പറയാ അരഞ്ഞു തിരിഞ്ഞു നടന്ന കോൺഗ്രസ്സുകാരൻ ഈ പാർട്ടിക്ക് കയറി വന്ന 7ാം കൂലിയായ PV അൻവർ ഇതിന് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ 7ാം കൂലിയുടെ വിവരം പോലും, അല്ലെങ്കിൽ ആ വലിഞ്ഞു കയറി വന്ന ആ പഴയ കോൺഗ്രസ്സുകാരന്റെ താല്പര്യം പോലും ഈ പാർട്ടി സഖാക്കളുടെ വിഷയങ്ങളിൽ ഇത്ര വലിയൊരു പരാജയം ഉണ്ടായിട്ട് അതുപോലും പരിശോധിക്കാൻ തയ്യാറാകാതെ എന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം?